ഫ്രഷ് പെല്ലറ്റ് നമ്മളിപ്പോ നമ്മുടെ ചൂടോടെ ഉണ്ടാക്കിയ പെല്ലറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഉണങ്ങിയതാവല്ലേ, ചൊന പിടിക്കും അല്ലേ? ഓക്കെ. എനിക്ക് 1 or 2 കുത്തിവയ്പോ അല്ലാതെ വേറെ വന്നിട്ടില്ല ഇതുവരെ. ഈ മെഷീൻ വന്ന് ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്നവര് തുടങ്ങിയതിനു ശേഷം. അതിക്ക് മുമ്പ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ 4 കുത്തിവയ്പ്, 5 കുത്തിവയ്പ്, 3 കുത്തിവയ്പ് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഉമ്മർക്ക സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പെല്ലറ്റ് ആണ് ഈ കാണുന്നത് അല്ലേ? 12 സാധനങ്ങളാണ് ഈ ഒരു പെല്ലറ്റിനകത്തുള്ളത്. അത് സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതാണ്, ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. ഇതാണ് ഞാനിപ്പോ പെല്ലറ്റ് ഉണ്ടാക്കുന്ന ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് അതൊരു 10-12 കൂട്ടം ഇതിനകത്തുണ്ട് ഉണ്ടല്ലേ? ശരി. 11 കൂട്ടം മിക്സിംഗ് ഉണ്ട്. 11 കൂട്ടം മിക്സിംഗ് പെല്ലറ്റായിട്ടാണ് ഈ കാണുന്നത് അല്ലേ? അതുമല്ല ഞാൻ ഇതിൽ പുല്ലും ചേർക്കോട്ടെ എടുക്ക്. പുല്ലും ചേർക്കും. പാല് കൂടുതലിട്ട പുല്ല് ഞാൻ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും പുല്ലും കൂടി ചേർത്തിട്ട് 12 കൂട്ടം കൂട്ടിയിട്ടാ കൊടുക്കണം. ഇതിപ്പോ എത്ര നാളായിട്ടുണ്ട് ഈ ഒരു? ഞാൻ 6 മാസം കഴിഞ്ഞു. 6 മാസം ഉണ്ട്. അപ്പൊ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പെല്ലറ്റ് നമ്മൾ സ്വന്തമായിട്ട് നൽകുന്ന ഒരു പെല്ലറ്റ് നമ്മളുള്ള ആ ഒരു വ്യത്യാസം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ആദ്യം മുളന്തുരുത്തിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. ശരി. അപ്പൊ എനിക്ക് ഒരു 10 ദിവസത്തേക്ക് 47,000 രൂപ 45,000 രൂപ വരുന്നുണ്ട്. ഓ ശരി. എത്ര പശുവാണോ ഇവിടെ? എനിക്ക് 11 പശുവാണ്, പിന്നെ 2-3 കിടാക്കളും. ഓ ശരി. അപ്പൊ ഈ 11 പശുവിന് എനിക്ക് വരുന്നത് ഒരു 10 ദിവസം കൂടുമ്പോൾ 40,000 മീതിയും 45 താഴെയും വരുന്നുണ്ട് തീറ്റ ചെലവ്. ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ഏതാണ്ട് 22-23 രൂപ, 27 രൂപയുടെയും 25 എടുക്കും. അതായത് തീറ്റ ചെലവ് നേരെ പകുതിയും. പിന്നെ വേറെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കണം കേട്ടോ. ഒരാളെ നിർത്തിക്കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഈ വെൽവെറ്റ് കിട്ടും. ഇതിപ്പോ ആട്, കോഴി, പോത്ത്, താറാവ്, അതേമാതിരിയില് പശുവിന് ചെന പിടിക്കാൻ ഞാൻ കൊടുത്തു വെച്ചു. ഇതിപ്പോ നമ്മളുണ്ടാക്കിയതാ. ഓ ശരി. ഒരു പ്രശ്നമല്ല, ഇഷ്ടം പോലെ തിന്നുന്നുണ്ടല്ലേ? ഇഷ്ടം പോലെ തിന്നും. അതേമാതിരിയില് കുഞ്ഞുങ്ങൾക്ക് കാരണം ഇത് ഇത്രയും കൂട്ടം 12 കൂട്ടം എന്ന് പറയുമ്പോൾ അതിന്റെ അത്രയും ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതുമല്ല നമ്മൾ യൂറിയ, പൊട്ടാസ്യം ഇങ്ങനെയുള്ള കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇത് ചേർക്കുന്ന ഉപ്പും സോഡാക്കാരവും ചേർക്കുന്നുണ്ട്. ശരി. അതെന്തിനായിട്ടാ ചേർക്കുന്നത്? അത് സോഡാക്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനത്തിന്റെ ഇതിന് വൈക്കോലും പുല്ലും എല്ലാം കൂടി കൊടുക്കുന്നതല്ലേ. ഉപ്പ് ഒരു ടേസ്റ്റുമായി വെള്ളം കൂടുതൽ കുടിക്കുകയും ചെയ്യും അതിനു വേണ്ടി. ഓക്കെ. അപ്പൊ നമുക്ക് അത് പശുവിനായാലും ആടിനായാലും പോത്തിനായാലും എല്ലാം ഈ ഒരു സംഭവം നമുക്ക് കൊടുക്കാം. ഇതാ കൊടുക്കുന്നത്. ഞാൻ വേറെ ഒന്നും കൊടുക്കുന്നില്ല. ഇതിപ്പോ എത്ര നേരം ഒരു ദിവസം കൊടുക്കുന്നത്? ഇത് ഞാനിപ്പോ എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു പശുവിന് 5 കിലോ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടത് ഇത് ഒരു 100 കിലോത്തോളം ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും കൂട്ടിയിട്ട് നമ്മള് ഇതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെയാണ് ഓരോ സാധനങ്ങൾ ഇരിക്കുന്നതാണ് മേടിക്കാൻ പോണേ. ഓരോ ജാക്കിനകത്ത് നമ്മളെ കടലപ്പിണ്ണാക്ക, വേപ്പിണ്ണാക്ക, സോയ, തവിട എല്ലാം ഇതിനകത്ത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യും. ഇതിൽ എന്താ ഗുണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം പറ്റൂല. നമ്മുടെ ഈ പുട്ടിന് പൊടി നനക്കൂല, ആ രീതി കിട്ടും. ഒരു ചെറിയ നനവോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ട്. പിന്നെ ഇതിപ്പോ മെഷീൻ ഓൺ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടോട്ട് ഇട്ടേച്ചാൽ മതി. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കെട്ടി നിൽക്കാം. ഇത് തീരുന്നവരെ. ഓ ശരി. കണ്ടില്ലേ എത്ര നേരം നമുക്ക് ഒരു ദിവസം? അങ്ങനെയില്ല. ഞാൻ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ 4 ചാക്കാണ് എന്റെ ഒരു ദിവസം 4 ചാക്ക് പെല്ലറ്റ് ഉണ്ടാക്കും. നമുക്ക് ആവശ്യമുള്ള സാധനം അങ്ങനെ ഉണ്ടാക്കി ഒത്തിരി ദിവസത്തേക്ക് വെക്കത്തില്ല. ഇല്ല. വേറെ ജോലിയില്ലല്ലോ. അതെ, നമുക്ക് പശു തന്നെയാണ്. പശുവാണ് എന്റെ ജീവിതമാർഗം. പശു തന്നെയാണ്. അപ്പൊ നമ്മള് പെല്ലറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക. അത് നേരെ നമ്മുടെ പശുക്കൾക്കും നമ്മുടെ പാടിനൊക്കെ കൊടുക്കുക. തീറ്റ ചെലവ് നേരെ കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പാല് കൂടി പാലിന് കുഴപ്പം അതില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രധാനം എന്ന് വെച്ചാൽ ചൊന പിടിക്കും അല്ലേ? ഓക്കെ. എനിക്ക് 1 or 2 കുത്തിവയ്പോ അല്ലാതെ വേറെ വന്നിട്ടില്ല ഇതുവരെ. ഈ മെഷീൻ വന്ന് ഞാൻ സ്വന്തമായിട്ട് കൊടുക്കുന്നവര് തുടങ്ങിയതിനു ശേഷം. അതിക്ക് മുമ്പ് എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ 4 കുത്തിവയ്പ്, 5 കുത്തിവയ്പ്, 3 കുത്തിവയ്പ് അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ കൂട്ടുകാരെല്ലാവരും പറയണ ഞാൻ ചെയ്യണമെന്ന് തന്നെയല്ല, ഇത് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞവന്റെ കൊടുക്കാൻ. പക്ഷെ
എനിക്ക് അതിനുള്ള സാമ്പത്തികം ഇല്ല. ഓ ശരി, ബൾക്കായിട്ട് ഇത്രയും ചെയ്യാൻ അതുമല്ല പിന്നെ രജിസ്ട്രേഷൻ ചെയ്യണ എന്തിനാ ഈ തലവേദന. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇത് പുല്ല് ചേർക്കുന്ന കാരണമാണ് നമ്മുടെ ശാലം പച്ചപ്പുണ്ടാവും ഉണ്ടാവുന്നില്ല. എല്ലാ സാധനം ഉണ്ട്, എല്ലാ കംപ്ലീറ്റ് സാധനങ്ങളും. ഇതിപ്പോ നമുക്ക് വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക്, കടല കുപ്ര, ഓക്കെ, പിന്നെ ഇതില് വന്നിട്ടുണ്ട് സോയ, പിന്നെ റാഗി, പിന്നെ സൂര്യകാന്തി, പിന്നെ എല്ലാവരും കൊടുക്കുന്നതാണ് നമ്മുടെ ഇത് ചോളം. ചോളം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കൊടുക്കും.